ഇപ്പോൾ നമ്മൾ പുണ്യമായ റംസാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാസം എന്ന് തന്നെ വേണമെങ്കിൽ ഇത് പറയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെൽഫായിട്ട് ക്ലിയർ ചെയ്യാനുള്ള, നമ്മളെ തന്നെ സെൽഫായിട്ട് ഒന്ന് സർവീസ് ചെയ്യാനുള്ള ഒക്കെ ഒരു മാസമാണ് ഈ ഒരു റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ വണ്ടികളൊക്കെ നമ്മൾ കുറേ ഓടിക്കഴിഞ്ഞാൽ സർവീസിന് കൊടുക്കും. അതെന്തിനാണ്? അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു 12 മാസത്തിൽ ഈ ഒരു മാസം എന്നുള്ളത് നമ്മൾ മനുഷ്യന്മാർക്ക് പടച്ചോന് നമ്മളെ ഒന്ന് സർവീസ് ചെയ്യാനുള്ളൊരു സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഇസ്ലാമിലുള്ള കാഴ്ചപ്പാടുകളോ ഒന്നുമല്ല കേട്ടോ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളെ മനസ്സിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക ഈ ഒരു മാസത്തിൽ. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിലും പറയുന്നത്. നമ്മൾ ശുദ്ധമായ ഒരു മനസ്സുകൊണ്ടാവണം ഈ ഒരു റംലാൻ നമ്മൾ സ്വീകരിക്കുന്നത്. റംലാൻ്റെ മുന്നേ നമ്മൾ ആരുടെത്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ മനസ്സിൽ വൈരാഗ്യമോ എന്ത് തന്നെ നെഗറ്റീവ്സുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. അതിനങ്ങോട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മാസത്തിലേക്ക് കടക്കാൻ. അങ്ങനെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചും നിസ്കരിച്ചിട്ടും ഒക്കെ നമുക്ക് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളെടുത്ത് തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയലുണ്ട്, ഒരാളെടുത്ത് നമ്മൾ തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ നല്ല അമലുകളൊന്നും അള്ളാഹ് അവിടെ സ്വീകരിക്കൂല എന്ന്. എന്ന് ഭൂമിയിൽ നമ്മൾ ആ ആളെടുത്ത് ശരിയാവണോ അപ്പോഴുള്ളൂ നമ്മളെ നല്ല അമലുകളൊക്കെ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. അതല്ലാതെ നമ്മളെ അമലുകളൊന്നും മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോൾ സ്വീകരിക്കൂല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റംലാൻ മാസം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടാവൂലേ? എല്ലാവരും എല്ലാവരുടെ തിരക്ക് മാറ്റി വെച്ചിട്ടും ഏത് നിസ്കരിക്കാത്തവനാണെങ്കിലും ഏത് നോമ്പ് നോൽക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും അതിന് ശ്രമിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട്. നമ്മളെ ബോഡീനെ നമുക്കൊന്ന് എനർജിയാക്കി എടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബോണസുകൾ വാരി എറിഞ്ഞു തന്ന ഒരു മാസമാണ് പടച്ചോന് ഈ ഒരു റംലാൻ മാസം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെടുത്ത് പറയാൻ നമ്മളെ മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഒരാളോട് പകയോ വെറുപ്പോ ദേഷ്യമോ ഒക്കെ വെക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വല്ല മനസ്സമാധാനം ഉണ്ടാവുമോ? നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്തിനാണ് നമ്മളെ മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ടാവും, ഒക്കെ ശരി തന്നെയാണ്. അതിന് അവരും പടച്ചോനും ആയിക്കോളും എന്ന് നമ്മളെ ഈമാനം കൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യണം? അത് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ വിട്ടുകൊടുക്കുക തന്നെ വേണം. കാരണം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോടുള്ള പകയും വെറുപ്പും നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നു, അത്രത്തോളം നമ്മളെ മനസ്സ് ചീഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചീഞ്ഞ് ആ ഒരു ദുർഗന്ധം നമ്മളെ ബിഹേവിയറിൽ വരും എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മളെ മൊബൈലൊക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനാണ് അത് ഫോർമാറ്റ് ചെയ്യല്? നമ്മളെ മൊബൈൽ ഹാങ് ആവാൻ തുടങ്ങും, അതിൻ്റെ സ്പീഡ് കുറയും, അതിൻ്റെ ആദ്യത്തെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനങ്ങോട്ട് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയലൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ എന്തിലേക്കും മാറ്റിയിട്ടുണ്ടെങ്കിലും എന്നാലും നമ്മൾ നിർബന്ധിതമായിട്ട് അവിടെ ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ നമുക്ക് വരലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്നത് എന്താണ്? ഒരു ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു മൊബൈലിന് കിട്ടുന്നത് അല്ലേ? അതിലുള്ള ഫയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു റംസാൻ മാസത്തിനെ വരവേൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ നമ്മളെ മൈൻഡിനെ ഒന്ന് എന്ത് ചെയ്യുക? ഫോർമാറ്റ് ചെയ്ത് കളയുക. നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. ആ നല്ലതിനെ ഒന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിന്ന് റിമൂവ് ചെയ്ത് കളയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻപുട്ട് ചെയ്യുമ്പോൾ നല്ലത് മാത്രം കൊടുക്കുക. ആ നല്ലത് മാത്രം കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ എല്ലാവരും മൈൻഡും നമുക്കറിയാം. എല്ലാവരും ഭയങ്കര ഡിപ്രഷനും മറ്റുള്ളവരോടുള്ള പകയും വെറുപ്പും ഇതൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് കൂടി കൂടി വരികയാണ്. അത് തന്നെയാണ് പല കൊലപാതകങ്ങൾക്കും ഇതിനും ഒക്കെ കാരണങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും ആ ഒരു വിഷയമൊന്നും ഞാനിപ്പോൾ ഇവിടെ എടുക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മൈൻഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റീഫ്രഷ് ചെയ്യുക. അതിനൊന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തെടുക്കുക. അതിൽ നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുക. ഈ ഒരു മാസം കിട്ടുന്ന ബോണസുകൾ മാക്സിമം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാര്യം കിട്ടും. നാളെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ബോണസായിട്ട് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളെന്ന വ്യക്തിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് കുറച്ച് നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റംസാനിനെ ആ ഒരു നല്ല മനസ്സോടു കൂടി തന്നെ, അതിൻ്റെതായിട്ടുള്ള പവിത്രയോടു കൂടി തന്നെ നമുക്കിതിനെ വരവേൽക്കാം. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും, നമ്മളെ ബുദ്ധിമോശം കൊണ്ട്
നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും പടച്ച തമ്പുരാനെ നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരട്ടെ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു മൈൻഡ് റീഫ്രഷ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ മറക്കാതിരിക്കുക. പിന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു.